ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വലിയ വാഴ കൊലച്ച. അപ്പോൾ അതിന് വണ്ട് വന്നുപോയി. അപ്പോൾ അതിന് തറി കൊടുക്കണം. ഒരു ലെങ്ത്ത് പൈപ്പാണ്, 12 അടിയിലെ പൈപ്പ്. 18 അടിയിലെ പൈപ്പാണ് ഞങ്ങൾ കൊടുത്തത്. ഇത്രത്തോളം നല്ല ആഴത്ത് പോയിക്കണം. ഈ തറി ഇതിന് പോരാ. അപ്പോൾ ഇത് ഇതിലും കെട്ടുണ്ട്, കയറും കെട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് കൂടി വെച്ച് കയറട്ടെ, എന്നാലേ ഇത് നടക്കുള്ളൂ. ശ്രമിച്ച് നോക്കട്ടെ. ഒറ്റക്ക് ഇത് കഴിയില്ല. കോടിയൊക്കെ പിടിച്ചാലേ ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വാഴയൊക്കെ ഉണ്ടാക്കേണ്ടത് ശരിക്കും എന്ത് ചെയ്യണം വെച്ചാൽ, ഒരു ലെങ്ത്ത് പൈപ്പ്, വലിയ പൈപ്പ് വാങ്ങിയിട്ട് കെട്ടണം. മുകളിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് ഒരു കൊല്ലം അല്ല 2 കൊല്ലം കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. ഇത് കയറാൻ തന്നെ എനിക്ക് ഒരു പേടിയിട്ട് നമുക്ക് കോണി മാറിക്കളാം അവിടെ നിന്നിട്ടാ. കോണിയൊക്കെ ചെരിഞ്ഞ് പോയാൽ വലിയ അബദ്ധം വരുന്ന കേസാണ്. അപ്പോൾ നമുക്കൊരു വാഴ ഇത്രത്തോളം ആയ നിലക്ക് നമുക്കത് ഇട്ടാൾ തന്നെ ഭയങ്കര സങ്കടമുള്ള കേസല്ലോ. നല്ല കാറ്റാണ് ഞങ്ങളെ നാട്ടിലിവിടെ. അപ്പോൾ കോണി ഇത് കെട്ടണമുണ്ട്. ഇതിനൊരു കയറും ഞങ്ങൾ കെട്ടുന്നുണ്ട്. കയറ് ഇട്ടിട്ട് അതും കെട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം റിസ്ക്കാണ് ഇത് കെട്ടാൻ. എന്നാലൊരു സ്റ്റെപ്പും കൂടെ കയറി നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ വാഴയും തറയും കൂടെയൊക്കെ വീണ് പോകുമ്പോൾ 70 കിലോയിലെ ആളാണല്ലോ നമ്മൾ കയറണത്. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കേസാണ്. എനിക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ഒറ്റക്ക് ഇതൊക്കെ ചെയ്യണത് വെച്ചാൽ കൃഷി അത്രയും നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ജീവിതമാർഗം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊന്ന് വലിയ കൊലയതിനെ കൊണ്ട് മുന്നിലേക്ക് അതിന് ബാന വരിക. അതിനുകൊണ്ടാണ് മുന്നിൽ നിന്ന് കെട്ടണത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കയറ്, നല്ല കാറ്റാണ്, ഒരു കയറാണ്ട് ഇട്ടിട്ട് ഇവിടെ കെട്ടിയിട്ട് കയറാങ്ങട്ട് ഇടുകയാണ്. അതെന്തിനാ വെച്ചാൽ ഒരു കയറും കൂടെ ആയിട്ട് കെട്ടിയാലുമ്പോൾ വാഴക്ക് ഒരു ഉഷാറുണ്ടാവും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഞാൻ കെട്ടി കഴിഞ്ഞു. കണ്ടില്ല, ഹൈറ്റ് ഉണ്ടല്ലേ. എനിക്ക് മുകളിലേക്ക് കയറാൻ പേടിച്ചിട്ട് ഞാൻ കയറിയിട്ടില്ല. എന്നിട്ട് തട്ടയും കൂടെ ആയിട്ട് പിടിച്ചാൽ പിന്നീട്ട് കയറണ്ടല്ലോ. ഇത് ഏത് വാഴയാണെന്ന് സ്വർണ്ണമുഖി എന്നാണ് കരുതുന്നത്. പക്ഷേ ചിലർ പറയും സ്വർണ്ണമുഖി അല്ല, സ്വർണ്ണമുഖി ഇത്ര ഹൈറ്റ് വെക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഞാൻ കയറ് ഇവിടെ കെട്ടിയിട്ടത് നിർത്തുള്ളൂ.